നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡ് CBSE ഫസ്റ്റ് ചാപ്റ്റർ ആണ്, അതായത് നോയിങ് അവർ നമ്പേഴ്സ് എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ 5th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു, നമ്മൾ 6th സ്റ്റാൻഡേർഡ് മാത്സിലേക്ക് വരുമ്പോൾ നമ്പർ സിസ്റ്റത്തിനെ പറ്റി കൂടുതലായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ കൗണ്ടിങ് നമ്പേഴ്സ് കൗണ്ട് ചെയ്തിട്ടുണ്ടല്ലേ. നമ്മൾ കൗണ്ട് ചെയ്യാൻ പഠിച്ചത് 1 2 3 4 5 6 അങ്ങനെയല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വലിയ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഒരു 3rd സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ഓൾ നമ്പേഴ്സ് പഠിച്ചു. ഓൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഈ 1 2 3 4 എന്ന് പറയുന്ന കൗണ്ടിങ് നമ്പേഴ്സിന്റെ കൂടെ നമ്മൾ സീറോയും കൂടെ പഠിച്ചു അല്ലേ. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ 0 ചേർത്തിട്ടുള്ള നമ്പേഴ്സ്, 0 തുടങ്ങുന്ന നമ്പേഴ്സ് അല്ലേ. അങ്ങനെ നമ്മളൊരു 10 100 1000 വരെയൊക്കെ നമ്മൾ ഏകദേശം പഠിച്ചു വെച്ചിരിക്കണം. അതിന് മേലോട്ടും പഠിച്ചവരുണ്ടാവാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ വലിയ നമ്പേഴ്സ് ആണ്. അതായത് 10,000, ലാക്ക് 10 ലാക്ക്, ക്രോർ 10 ക്രോർ അങ്ങനെ പോകുന്ന വലിയ വലിയ നമ്പേഴ്സ്. കാരണം നമുക്ക് ഈ നമ്പേഴ്സ് വെച്ചിട്ട് 0 മുതൽ 9 വരെയുള്ള 2 നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എത്ര വലിയ നമ്പർ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, എത്ര വലിയ നമ്പർ വേണമെങ്കിലും എഴുതിയെടുക്കാം. അങ്ങനെ എഴുതുന്നതും അതിനെ എങ്ങനെയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വളരെ ലളിതമായിട്ട് ഡിസ്കസ് പറയാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് നോയിങ് അവർ നമ്പേഴ്സിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഒരു 1000 താഴേക്കുള്ള നമ്പർ. 1000 താഴേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. 6 4 8 9 ഇങ്ങനെയൊക്കെ ഉള്ളത് 1 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. സിംഗിൾ ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, ഒറ്റ ഡിജിറ്റ് മാത്രമേ ഉള്ളൂ 1 ഡിജിറ്റ് അല്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഇനി അതല്ലാതെ 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 25 2 ഡിജിറ്റ് നമ്പറാണ്. 68 2 ഡിജിറ്റ് നമ്പർ, 2 ഡിജിറ്റ് മാത്രമുള്ളതാണ് 2 ഡിജിറ്റ് നമ്പർ അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ 3 ഡിജിറ്റ് നമ്പർ നമുക്കറിയാം. 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 248 ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. ഇതിന് 3 നമ്പർ ഉണ്ട്. അല്ലെങ്കിൽ 986 ഇതൊരു 3 ഡിജിറ്റ് നമ്പറാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് 4 ഡിജിറ്റ് നമ്പർ അറിയാം. ഏതാണ്? 1084, 2568 ഇങ്ങനെയൊക്കെയുള്ള 4 ഡിജിറ്റ് നമ്പർ ഉണ്ട് അല്ലേ. ഇത്രയും നമ്പേഴ്സാണ് നമ്മൾ ഈ 5ാം ക്ലാസ് വരെ പഠിച്ചത്. 5th സ്റ്റാൻഡേർഡ് വരെ നമ്മൾ പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഈ നമ്പേഴ്സ് നോക്കിയ ഒരു പ്രത്യേകത, 1 ഡിജിറ്റ് മാത്രം എന്ന് പറയുമ്പോൾ ഇതിൽ വൺസിന്റെ പ്ലേസ് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്ലേസ് വാല്യൂ പഠിച്ചല്ലോ. ആ പ്ലേസ് വാല്യൂ നമുക്കറിയാം വൺസിന്റെ പ്ലേസ് മാത്രമേ ഉള്ളൂ. വൺസിന്റെ പ്ലേസ് മാത്രം അല്ലേ. 1 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ സിംഗിൾ ഡിജിറ്റ് നമ്പറിൽ. ഇവിടെ വരുമ്പോഴോ 2 ഡിജിറ്റ് നമ്പറിൽ വരുമ്പോഴോ എന്തൊക്കെ ഡിജിറ്റ്സ് വന്നു? 1s ഡിജിറ്റും വന്നു, പിന്നെയോ 10s ഡിജിറ്റും വന്നു. 1s ഡിജിറ്റ് 10s ഡിജിറ്റ് ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ മാറി. അതായത് ഇതിലെ അവസാനത്തെ നമ്പർ നമ്മളെപ്പോഴും അതിന്റെ പ്ലേസ് വാല്യൂ നോക്കുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ്. റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഇതിനകത്ത് 68 എന്നുള്ളതിനകത്ത് 8 എന്ന് പറയുന്ന 1സും 6 എന്ന് പറയുന്ന 10സും ആണ്. അവിടുന്ന് ഇങ്ങോട്ട് നോക്കണം. അപ്പോൾ അവിടെ അങ്ങേറ്റത്തിരിക്കുന്ന 1സും തൊട്ടിപ്പുറത്തുള്ളത് 10സുമാണ്. ഇനി 3 ഡിജിറ്റ് നമ്പേഴ്സ് നോക്കുമ്പോൾ ഇതിൽ അങ്ങേറ്റത്തിരിക്കുന്നത് 1s ഉണ്ട്, പിന്നെയോ അതിന്റെ തൊട്ടിപ്പുറത്തുള്ളത് 10s, 8 എന്ന് പറയുന്ന 10s ഉണ്ട്, 9 എന്ന് പറയുന്ന ഹൺഡ്രഡ്സ് എന്ന് പറയുന്ന ഒരു ടേം കൂടെ നമ്മൾ പഠിച്ചു. അപ്പോൾ 1s 10s 100s എന്നിങ്ങനെ 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇതൊരു പ്ലേസ് വാല്യൂ. ഇതൊരു പ്ലേസ് വാല്യൂ ചാർട്ടൊക്കെ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ് നമ്പർ നോക്കുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? 1സിന്റെ പ്ലേസ് ഉണ്ട്, 10സിന്റെ പ്ലേസ് ഉണ്ട്, 100സിന്റെ പ്ലേസ് ഉണ്ട്, പിന്നെയോ 1000സിന്റെ പ്ലേസ് ഉണ്ട്. നോക്കി 4 പ്ലേസ് ഉണ്ട്. ഒന്ന് 1s 10s, ഇവിടെ 1സിന്റെ പ്ലേസിൽ 4, 10സിന്റെ പ്ലേസിൽ 8, 100സിന്റെ പ്ലേസിൽ 0, 1000ന്റെ പ്ലേസിൽ 1. ഇങ്ങനെ നമുക്ക് പ്ലേസ് വാല്യൂ ചാർട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്ലേസ് വാല്യൂ ചാർട്ട് എഴുതാൻ പറ്റും. അതായത് 1s 10s 100s 1000s അങ്ങനെ പോകുന്ന പ്ലേസ് വാല്യൂ ചാർട്ടിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ വരുന്ന നമ്പേഴ്സിന്റെ പ്രത്യേകത നോക്കിയേ. ഈ 9 എന്ന് പറയുന്നത് 1സിന്റെ പ്ലേസിൽ വരുന്നതാണ്. അതിന്റെ വാല്യൂ 9 ആണ്. 10സിന്റെ പ്ലേസിൽ വരുമ്പോഴോ ഇത് 60 ആണ്. 60നകത്ത് 6ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 60 ആണ്. 60 ഇവിടെ ഈ 248ലെ 4ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 40 ആണ്. ഇവിടെ 1084ല് 2ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2000 ആണ്. കാരണം അത് 1000സിന്റെ പ്ലേസിലാണ്. അപ്പൊ ഏത് പ്ലേസിലാണോ വരുന്നത് അതിന്റെ കൂടെ അതിന്റെ പ്ലേസ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിന്റെ പ്ലേസ് വാല്യൂവിന്റെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ 9486 അല്ലെ. 9486 എന്ന് പറയുന്ന നമ്പർ. ഇതിൽ നമുക്ക് 8ന്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 8ന്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 8 നോക്കിയ 1s 10s 100s 1000s ഇങ്ങനെ ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇതിൽ 8 കിടക്കുന്നത് എവിടെയാണ്? 10സിന്റെ പ്ലേസിലാണ്. സോ 8 × 10 80 ആയിരിക്കും ഇതിന്റെ പ്ലേസ് വാല്യൂ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇതില് 9ന്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാനോ എങ്ങനെ കണ്ടുപിടിക്കാം?
9 into thousands 9000 ആയിരിക്കും അതിന്റെ പ്ലേസ് വാല്യൂ ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്ലേസ് വാല്യൂ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ 1000 വരെയുള്ള പ്ലേസ് വാല്യൂ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് 10,000ന്റെ കാര്യമാണ്. 10,000 എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇതുവരെ നമ്മൾ 4 ഡിജിറ്റ് പഠിച്ചെങ്കിൽ അതിന്റെ കൂടെ ഒരു ഡിജിറ്റ് കൂടെ വരുന്നു, ഒരു പ്ലേസ് വാല്യൂ കൂടെ വരുന്നു. ആ പ്ലേസ് വാല്യൂ ആണ് 10,000. ഓക്കെ, ഇതുവരെ നമ്മൾ 4 ഡിജിറ്റ് പഠിച്ചെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 5 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്, 5 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. ഈ 5 ഡിജിറ്റ് നമ്പറിൽ 5ാമത്തെ ഡിജിറ്റ് ആണ്, ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്പറാണ് 10,000ന്റെ പ്ലേസ്. വളരെ എളുപ്പമാണ്. നോക്കിയേ, ഒരു 10,000ന്റെ നമുക്കറിയാം 86491. ഇതൊരു 5 ഡിജിറ്റ് ഉള്ള നമ്പറാണ് അല്ലെ? ഇത് 10,000ൽ വരുന്നതാണ്. എങ്ങനെ വന്നു? 1s, 10s, 100s, 1000s, 10,000s. ഓക്കെ, അപ്പോ ഇവിടെ 10,000 TTH എന്നാണ് പറയുന്നത്. TTH 1000നെ TH എഴുതെങ്കിൽ തൊട്ടിപ്പുറത്ത് TTH. അതിന്റെ പ്ലേസ് വാല്യൂ നോക്കുന്നത് 1s, 10s, 100s, 1000s, 10,000s. ഓക്കെ, ഇങ്ങനെ 5 പ്ലേസ് വാല്യൂ വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ് 5 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പൊ ഈ 5 ഡിജിറ്റ് നമ്പറിലെ ഏറ്റവും കുഞ്ഞു നമ്പർ എത്രയാണ്? പോട്ടെ, 1 ഡിജിറ്റ് നമ്പറിലെ ഏറ്റവും ചെറിയ നമ്പർ എത്രയാണ്? സ്മോളസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ 0 ആണ് അല്ലെ? ഗ്രേറ്റസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 9 ആണ്. സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 10 ആണ്. ഗ്രേറ്റസ്റ്റ് വരുമ്പോഴോ 99 ആണ് അല്ലെ? സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വന്നാലോ 100 ആണ്. ആണോ? ആണ്. ഇനി ഗ്രേറ്റസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ വരുമ്പോഴോ 999, 3 9 വരും അല്ലെ? സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ വരുമ്പോഴോ 1000 ആണ്. ഗ്രേറ്റസ്റ്റ് വരുമ്പോഴോ 99999999 എന്ന് വരും അല്ലെ? ഇവിടെ സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ വരുമ്പോഴോ 10,000 ആണ്. ലാർജസ്റ്റ് വരുമ്പോഴോ എങ്ങനെ എഴുതാം? ലാർജസ്റ്റ് 5 9 എഴുതാം. 1 2 3 4 5. ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? 99,999. പുതിയൊരു കാര്യങ്ങൾ പഠിക്കാൻ പോകണം. നമ്മൾ എങ്ങനെ വായിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമയായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. എങ്ങനെയാണ് കോമ എഴുതുന്നത്? 1s, 10s, 100s കോമ ഇടാം. അവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് കോമ ഇടാം. 3 ഡിജിറ്റ് കോമ ഇടാം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി? 99,999. ഇതെങ്ങനെ വായിക്കാം? 24683. 3 ഡിജിറ്റ് കഴിഞ്ഞ് കോമ ഇട്ടു. 24,683. എത്രയേ ഉള്ളൂ? മനസ്സിലായോ? വേറെ നോക്കാം. 14813. 14813. ഓക്കെ, എങ്ങനെ വായിക്കാം? 3 ഡിജിറ്റ് കഴിഞ്ഞ് കോമ ഇട്ടു. 14,813. സിമ്പിൾ, സോ സിമ്പിൾ. അപ്പൊ കോമയിട്ട് പഠിക്കുന്നത് വളരെ എളുപ്പമാണ്. കോമയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ നമ്പറും വായിക്കാൻ പറ്റും. കോമ ഇടുന്നതിന് ചില മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് നമുക്ക് പഠിക്കാം. ഇതിൽ ലാർജസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ലാർജസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ലാർജസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ നോക്കുന്ന ഒരു ചെറിയ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ 48531, അതുപോലെ 48351. ഇതെങ്ങനെയാണ് സ്മോളസ്റ്റ് നമ്പർ, ലാർജസ്റ്റ് നമ്പർ നോക്കാം. നോക്കുക, ഈ ലെഫ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുക. ഇവിടുന്ന് അങ്ങോട്ട് 2 നമ്പറിന്റെ ഇവിടുന്ന് അങ്ങോട്ട് 2 നമ്പറിന്റെ ഇവിടുത്തെ നമ്പർ എത്രയാണ്? ഫസ്റ്റ് നമ്പർ 4 ആണ്. ഇവിടുത്തെ നമ്പറും 4 ആണ്. രണ്ടും ഈക്വൽ ആണ്. രണ്ടാമത്തെ നമ്പർ 8 ആണ്. ഇവിടെ 8 ആണ്, ഈക്വൽ ആണ്. ഇവിടെ 5 ആണ്. ഇവിടെ 3 ആണ്. ഈക്വൽ അല്ല, but 5 is greater than 3. 5 is greater than 3. So this number is greater than 48,531 is greater than 48,351. ഇങ്ങനെയാണ് നോക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ മതി. ഏറ്റവും വലിയ നമ്പർ എപ്പോൾ ആദ്യം വരുന്നുണ്ടോ അതായിരിക്കും വലിയ നമ്പർ. അതായത് ഇവിടെ 4 2 നോക്കി 2 ഈക്വൽ ആണ്. 8 2 നോക്കി 2 ഈക്വൽ ആണ്. 5 3 നോക്കി 5 ആണ് വലുത്. അതുകൊണ്ട് ഈ നമ്പർ ആയിരിക്കും വലുത്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ക്ലിയറായോ? ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ എഴുതാൻ പറ്റും. എങ്ങനെയാണ് അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസെൻഡിങ് മീൻസ് ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ഫ്രം സ്മോളസ്റ്റ് ടു ഗ്രേറ്റസ്റ്റ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് ഇതിന്റെ പ്രോബ്ലംസ് എല്ലാം, ഞാനിപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ ക്ലാസ് മാത്രമാണ് പറയുന്നത്. ഇതിന്റെ പ്രോബ്ലംസ് എല്ലാം കൂടെ നമ്മുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസ്, അതിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു പോകും. ഇത് ജസ്റ്റ് കേട്ടിരിക്കുക, അതിനകത്ത് വേണ്ടുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത്രമാത്രം. ഇനി നമ്മുടെ എക്സസൈസ് വീഡിയോ വരുമ്പോഴത്തേക്കും അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. NCERT ടെക്സ്റ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ സിലബസ് വെച്ചിട്ടാണ് ബാക്കി ടെക്സ്റ്റുകളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള ടെക്സ്റ്റ് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അതുപോട്ടെ. അപ്പം നമുക്ക് ഇങ്ങനെ ഗ്രേറ്റർ നമ്പർ, സ്മോളസ്റ്റ് നമ്പർ, പിന്നെ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഫ്രം സ്മോളസ്റ്റ് ടു ഗ്രേറ്റസ്റ്റ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്നതാണ് അസെൻഡിങ് ഓർഡർ. ഇനി വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരുന്നതോ
ഡിസെൻഡിങ് ഓർഡർ. അതാണ് ഡിസെൻഡിങ് ഓർഡർ. അപ്പോൾ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ ഓർത്തിരിക്കുക. ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്നത് അസെൻഡിങ് ഓർഡറും വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരുന്നത് ഡിസെൻഡിങ് ഓർഡർ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ, അത്രയും ആയി. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ എത്തി. 10,000 കാര്യം പറഞ്ഞു, പ്ലേസ് വാല്യൂവിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി 10,000 കഴിഞ്ഞാൽ അതിന് മേളിലോട്ട് 10,000 വരുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഗ്രേറ്റസ്റ്റ് 10,000 10 ഡിജിറ്റ് 5 ഡിജിറ്റ് നമ്പർ, ഗ്രേറ്റസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 99999 അല്ലേ? 99 ഇതാണ് ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ? ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ എന്താണ്? ഇതിനോട് 1 കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 0000001. ഒരു 6 ഡിജിറ്റ് നമ്പർ കിട്ടും. 6 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ കിട്ടി? 100050യും ഒരു 1ഉം കിട്ടി. ഇതിന്റെ പേര് നമ്മൾ എന്ത് പറയും? ഇതിന്റെ പേരാണ് 1 lakh. എന്താണ്? 10,000 കഴിഞ്ഞാൽ 1 lakh, 1 ലക്ഷം എന്ന് മലയാളത്തിൽ നമ്മൾ പറയത്തില്ലേ? അപ്പോൾ 1 lakh ആണ്. ഇത് എങ്ങനെ നമുക്ക് പറയാം? നോക്കിയേ, 3 ഡിജിറ്റ് കഴിഞ്ഞ് കോമ ഇട്ടു, 2 ഡിജിറ്റ്. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം കോമ ഇടുന്നതിൽ 2 സിസ്റ്റം ഉണ്ട്. കോമ ഇടുന്നതിൽ 2 സിസ്റ്റം ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ സിസ്റ്റം. രണ്ടാമത്തത് ഇന്റർനാഷണൽ സിസ്റ്റം. അപ്പോൾ ഇന്ത്യൻ സിസ്റ്റം ഉണ്ട്, ഇന്റർനാഷണൽ സിസ്റ്റം ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇന്ത്യൻ സിസ്റ്റമാണ്, അല്ല ഇന്റർനാഷണൽ ലെവലിൽ ഉപയോഗിക്കുന്ന ഇന്റർനാഷണൽ സിസ്റ്റം, അത് US-ലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്റർനാഷണൽ സിസ്റ്റത്തിലാണ്. അപ്പോൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ വരുമ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യൻ സിസ്റ്റത്തിലാണ് ഈ 1s, 10s, 100s, 1000s, 10,000s, lakh, 10 lakh, crore, 10 crore അങ്ങനെ പോകുന്നു. ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ വരുമ്പോഴോ അവർക്ക് 1s, 10s, 100s, 1000s, 10,000s, 100,000s. ഓക്കെ, മില്യൺ, 10 million, 100 million, ബില്യൺ, 10 million, 100 billion. ഓക്കെ, അങ്ങനെ പോകും. അത് മില്യൺ, ബില്യൺ, ട്രില്യൺ അങ്ങനെയൊക്കെ പോകുന്നത് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ. കോമ ഇടുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്, നമുക്കത് പഠിക്കാനുണ്ട്, നോക്കാം. ഇവിടെ വരുമ്പോൾ കോമ ഇടുന്ന ഇന്ത്യൻ സിസ്റ്റത്തിൽ, ഇന്ത്യൻ സിസ്റ്റം കോമ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 2 2 2. ഇപ്പോൾ വലിയ നമ്പർ നിൽക്കുന്നത് 8 4 6 8 1 3 4 2 5. ഇന്ത്യൻ സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെ കോമ ഇടാം? ഇന്ത്യൻ സിസ്റ്റത്തിൽ കോമ ഇടാം. ആദ്യത്തെ 3 ഡിജിറ്റ് കഴിഞ്ഞ് കോമ, 2 ഡിജിറ്റ് കഴിഞ്ഞ് കോമ, 2 ഡിജിറ്റ് കഴിഞ്ഞ് കോമ, അങ്ങനെ പോകും. ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഇതിന് കോമ ഇടുന്നത് 8 4 6 8 1 3 4 2 5. ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ എങ്ങനെ കോമ ഇടാം? ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ആദ്യം 3 ഡിജിറ്റ്, വീണ്ടും 3 ഡിജിറ്റ്, വീണ്ടും 3 ഡിജിറ്റ്, അങ്ങനെ പോകും. ഇതാണ് ഇന്ത്യൻ സിസ്റ്റവും ഇന്റർനാഷണൽ സിസ്റ്റവും തമ്മിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. എന്താണ്? 3 3 2 2 2 അങ്ങനെ പോവുകയാണെങ്കിൽ ഇത് ഇന്ത്യൻ സിസ്റ്റം. എക്സസൈസിൽ ചെയ്യാം, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട് കേട്ടോ. നമുക്ക് എക്സസൈസ് ചെയ്യാം. ഈ ഇതിൽ വരുന്ന ഡൗട്ട് നമുക്ക് എക്സസൈസിൽ ക്ലിയർ ചെയ്യാം. എക്സസൈസ് വീഡിയോ മറക്കാതെ കാണണം, ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. തൊട്ട് പുറകെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ സിസ്റ്റവും ഇന്റർനാഷണൽ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. 3 2 2 2 അങ്ങനെ പോവുകയാണെങ്കിൽ അത് ഇന്ത്യൻ സിസ്റ്റം, 3 3 3 3 എന്ന് പോവുകയാണെങ്കിൽ അത് ഇന്റർനാഷണൽ സിസ്റ്റം. അപ്പോൾ 2 രീതിയിലുള്ള കോമ ഇടുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ഗ്രേറ്റസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുന്നത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പുതുതായിട്ട് പഠിച്ചത് പ്ലേസ് വാല്യൂ പഠിച്ചു. പ്ലേസ് വാല്യൂ പുതിയ കാര്യമല്ല, എങ്കിലും 1000 വരെയാണ് നിങ്ങൾ ആദ്യം നേരത്തെ പഠിച്ചിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ നമ്മൾ 10,000 പഠിച്ചു, ലാക്ക് പഠിച്ചു, 10 lakh പഠിച്ചു അല്ലേ? എങ്ങനെയാ പോകുന്നത്? 1s, 10s, 100s, 3 കാര്യങ്ങൾ. 1000, 10,000, ലാക്ക്, 10 lakh, പിന്നെ ക്രോർ, 10 crore, ഇങ്ങനെ പോകും. ഇതാണ് നമ്മുടെ ഒരു പ്ലേസ് വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ പറഞ്ഞ എന്താണ്? കോമ ഇടുന്ന കാര്യങ്ങൾ പറഞ്ഞു. കോമ 2 രീതിയിൽ നമുക്ക് ഇടാം. ഒന്ന് ഇന്ത്യൻ സിസ്റ്റത്തിൽ കോമ ഇടാം, ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ കോമ ഇടാം. ഈ വീഡിയോ ഞാൻ വളരെ വേഗത്തിലാണ് പറഞ്ഞു പോയത്, എനിക്കറിയാം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നെക്സ്റ്റ് എക്സസൈസ് വീഡിയോ കൂടാകുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ വെച്ചിട്ട് ഇതൊന്ന് മനസ്സിൽ വെച്ചിട്ട്, ഇത്രയും കാര്യങ്ങളൊന്നും കാണാൻ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ എക്സസൈസ് വീഡിയോയിൽ ആ എക്സ്പ്ലനേഷൻ, ഓരോ ക്വസ്റ്റിൻ്റെയും എക്സ്പ്ലനേഷൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ, ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതിൽ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ആണ്. വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ അറിയത്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് വാട്സപ്പിലൂടെ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനത് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യുക, അതിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് എക്സസൈസ് വീഡിയോയിൽ കാണാം. ബൈ. ഓക്കെ.